സർ, ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി എറണാകുളത്ത് നിന്ന് ഒരു വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്നൊരു യാത്രയുണ്ട് സാർ. അതൊരു സവാരിയല്ല, ഒരു 1.5 സവാരി ഗിരിഗിരിയ. ഇയാൾ പൂർണ്ണമായി മദ്യപിച്ചിട്ട് ഇയാൾ വണ്ടി ഓടിക്കുകയാണ്. ഇത് കണ്ട് നാട്ടുകാരും പത്രക്കാരും പരാതിപ്പെട്ട് ഈ ഡിവൈഎസ്പിയെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് അറിയില്ലത് ഡിവൈഎസ്പി ആണെന്ന്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ SHO ഇയാളെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ കുറ്റം ചെയ്തത് ഡിവൈഎസ്പി ആണ്. മദ്യത്തിന്റെ പൂർണ്ണമായ ലഹരിയിലായിരുന്നു സാർ അവർ. സാർ, ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം ഇവിടെ ശക്തമായിട്ട് തുടരുകയാണ് സാർ. മണ്ണാർക്കാട് MLA നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. സൈഫ് സൈൻലാബ്ദീൻ. സൈഫ്, എന്താണ് സർക്കാരിന്റെ മറുപടി, മുഖ്യമന്ത്രിയുടെ മറുപടി ഇക്കാര്യത്തിൽ? പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രതിപക്ഷത്ത് നിന്ന് ചില ബഹളങ്ങൾ ഉണ്ടായി. ഷംസുദ്ദീൻ വേണ്ടത്ര പറയാൻ കഴിയാത്തത് കൊണ്ട് ബഹളം വയ്ക്കാമെന്നാണോ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റെന്തോ പറയുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ പൊള്ളുന്നത് എന്തിനാണ് താൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഷംസുദ്ദീൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയെന്ന് പറയുന്നത് തെറ്റാണ്. നെന്മാറ പഞ്ചായത്തിൽ കയറാൻ വേണ്ടിയുള്ള അനുവാദം ചെന്താമരയ്ക്കില്ലായിരുന്നു എന്നാണ് ഷംസുദ്ദീൻ വിശദീകരിച്ചത്. അതിന് പിന്നാലെ അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ട കാര്യമാണ്. നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. പോലീസിന് ചെയ്യാൻ കഴിയുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ്. കോടതിയാണ് അതിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ അതിനകത്ത് നടപടിയെടുക്കേണ്ടത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള അനുവാദം പോലീസിനുണ്ടോ, നിങ്ങൾ അക്കാര്യം പരിശോധിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വീണ്ടും ചോദിക്കുകയുണ്ടായി. ചെന്താമര ക്രിമിനലിന്റെ അങ്ങേയറ്റത്തുള്ള ആളാണ്. അത് ചെന്താമര പ്രത്യേക മാനസികാവസ്ഥ ഉള്ള ആളാണ്. പോലീസിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് താൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത്. അത് നടപടിയെടുത്തത് ചെന്താമരയാണോ, പ്രതിയാണോ, അതോ തങ്ങളാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തത്. സർക്കാരാണ് അതിനകത്ത് നടപടിയെടുത്തത്. സംരക്ഷിക്കാൻ ആരും തയ്യാറായിട്ടില്ല ചെന്താമരയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. തെറ്റുണ്ടായത് കണ്ടെത്തിയത് കൊണ്ടാണ് നടപടിയെടുത്തത്. സംഭവത്തെ ഗൗരവമായി കണ്ട് അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റിനെയും ന്യായീകരിക്കില്ല, ഒരു തെറ്റും അംഗീകരിക്കുകയുമില്ല. ഏത് പോലീസുകാരൻ തെറ്റ് ചെയ്താലും അതിനെതിരെ കർക്കശമായ നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പോലീസിനെ ആകെ വെളിവില്ലാത്തവർ എന്ന് പേര് ചേർത്ത് കൊടുക്കാൻ ആകില്ല. അധോലോകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഭീതി പരത്താനുള്ള സാഹചര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില വിഷയങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പോലീസിന് ഇടപെടാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ചെന്താമരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള